ഹലോ, വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് അനില. നിങ്ങളുടെ എക്സിൻ്റെ ലവ് ലൈഫിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? അവർ തിരിച്ചു വരുമോ? അവർക്ക് പുതിയ റിലേഷൻ ഉണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിന്ന് ചെക്ക് ചെയ്യാം. എന്നത്തെയും പോലെ 2 പൈൽസാണുള്ളത്, ഗ്രീൻ ആൻഡ് പിങ്ക്. ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന പൈൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. പൈൽ നമ്പർ 1ൻ്റെ റീഡിംഗ് ആണ്. നിങ്ങളുടെ എക്സിൻ്റെ ലവ് ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാദ്യം നോക്കാം. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഈ ബന്ധം നഷ്ടപ്പെട്ടതിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ടോ? നമുക്ക് 2 കാർഡ്സ് വന്നിട്ടുണ്ട്, നമുക്കത് അങ്ങനെ തന്നെ വെക്കാം. അവർ തിരിച്ചു വരുമോ? ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അവരുടെ ലവ് ലൈഫിൽ ഇപ്പോൾ സംഭവിക്കുന്നത് പറയുന്നത് 6 ഓഫ് സ്വാർഡ്സ് ആണ്. അവർ മൂവ് ഓൺ ചെയ്യാനായിട്ട് വളരെ കാര്യമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്ന് നോക്കാം. തീർച്ചയായിട്ടും ആലോചിക്കുന്നുണ്ട്. ഒരു കൺഫ്യൂഷനിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മൂവ് ഓൺ ആവാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പൂർണ്ണമായിട്ടും അവർക്കതിന് കഴിഞ്ഞിട്ടില്ല എന്ന് കാണുന്നുണ്ട്. അവരിത് പുറമേ പ്രകടിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ മൂവ് ഓൺ ആകണോ വേണ്ടയോ, തിരിച്ചു വരണോ എന്നുള്ള ആ ഒരു ചിന്ത ഇപ്പോഴും നിൽക്കുന്നുണ്ട്. രണ്ടും സ്വാർഡ് എനർജിയാണ്. തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ചിന്തകളിൽ ഒരുപാട് കൺഫ്യൂഷനുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇതാണ് ഞാൻ എടുത്ത കാർഡ്, പക്ഷേ ഇതതിൻ്റെ കൂടെ വന്ന കാർഡാണ്. ഇതൊരു കമ്പൈൻഡ് എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 5 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 10 ഓഫ് വാണ്ട്സ് ആണ്. അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്കൊരു ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ് ഉണ്ട്. ഇത്രയും നാളും ഇമോഷണലി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരുന്നിട്ട് പെട്ടെന്ന് അതില്ലാതെ പോകുമ്പോൾ ഉള്ള ഒരു ഒറ്റപ്പെടുന്ന ഒരു ഫീലിംഗ് തീർച്ചയായിട്ടും അവർ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു ഇമോഷണൽ ബാഗേജ് ക്യാരി ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നും കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് റിഗ്രറ്റ് ഉണ്ട്. അവർ പൂർണ്ണമായിട്ടും മൂവ് ഓൺ ആയിട്ടില്ല. ഇതാണ് അവരുടെ ലവ് ലൈഫിലെ ഒരവസ്ഥ. ഇനി അവർ തിരിച്ചു വരുമോ എന്നുള്ള കാർഡ് നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതൊരു സ്ലോ മൂവിങ്ങിൻ്റെ കാർഡാണ്. തിരിച്ചു വരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ യെസ് ഓർ നോ ആൻസർ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇതൊരു യെസ് തന്നെയാണ്, പക്ഷേ അതിന് സമയമെടുക്കും എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വളരെ പതുക്കെ മൂവ് ചെയ്യുന്ന ഒരു ആളാണ്. ഇത്രയും വേദനകൾ ഉണ്ടെങ്കിൽ പോലും അവർ പെട്ടെന്ന് തിരിച്ചു വരില്ല. എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് തിരിച്ചു വരാത്തത് എന്ന് നോക്കിയാലോ. ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട് നമുക്ക്. അവർക്ക് ചില തിരിച്ചറിവുകൾ, എന്തൊക്കെയോ ചില വളരെ ഡീപ്പായിട്ടുള്ള തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് തിരിച്ചു വരാനായിട്ടൊരു താമസം വരുന്നത്. ഈ തിരിച്ചറിവ് എന്ന് പറയുമ്പോൾ ഒരു വെളിപാട് എന്നൊക്കെ പറയില്ലേ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയോ പ്രോബ്ലംസ് അതൊന്നുകിൽ പരിഹരിക്കാൻ കഴിയില്ല എന്നോ അതുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വലിയൊരു തിരിച്ചറിവ് ആണ് അവർക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ചിന്ത അവരിൽ നിൽക്കുന്നത് കൊണ്ട് തിരിച്ചു വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കുറേ സമയമെടുത്തിട്ട് അവർ ആലോചിച്ച് അവസാനം തിരിച്ചു വരും എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എത്താനാണ് സാധ്യത. അങ്ങനെയാണ് ഈ കാർഡ്സ് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അവർ എന്താണ് ഹൈഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അവർ ഹൈഡ് ചെയ്യുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോഴവർക്ക് പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഒരു പുതിയ പ്രപ്പോസൽ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയോ അങ്ങനെ എന്തോ ഒരു പുതിയൊരു അവസരം അവരെ സംബന്ധിച്ച് മുന്നിൽ വന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇനി അവർ കടന്നു പോകുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ എക്സ് കടന്നു പോകുന്ന ഏറ്റവും വലിയ ഒരു ചാലഞ്ച്, അവർ സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെയിം എനർജി തന്നെയാണ്. മൂവ് ഓൺ ആവണോ വേണ്ടയോ, എന്ത് ചെയ്യണം, പെട്ടെന്നുണ്ടായിട്ടുള്ള ആ ഒരു ഇമോഷണൽ വോയിഡ്, ഒരു ശൂന്യത, അതൊക്കെ അവർക്ക് വല്ലാണ്ട് ഫീൽ ആവുന്നുണ്ട്. അത് സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്ത് അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ഇനി ഒരു 3 മന്ത്സിൽ അവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. 3 മന്ത്സ് ലൈഫ്, നിങ്ങളുടെ എക്സിൻ്റെ ലവ് ലൈഫിൽ ഒരു 3 മന്ത്സിനുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. ഇതൊരു കംപ്ലീഷനാണ് കാണിക്കുന്നത്. അവർ ചില ഇമോഷണൽ പാറ്റേൺസ് കംപ്ലീറ്റ് ആക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അവർ വളരെയധികം കൺഫ്യൂഷനിലും പെയിനിലുമാണ് ഉള്ളത്. അവർക്ക് റീതിങ്കിങ് ഉണ്ട്, തിരിച്ചു വരണോ വേണ്ടയോ എന്നുള്ള ഒരു റീതിങ്കിങ് ഉണ്ട്. 3 മാസത്തിനുള്ളിൽ അവർക്ക് വേൾഡ് കാർഡിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അതും ഈ നമ്മളുടെ ജഡ്ജ്മെൻറ്റ് കാർഡും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവർക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. ഈ റിലേഷൻ എന്തുകൊണ്ടൊക്കെയോ വർക്കൗട്ട് ആയില്ല, ആ ഒരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ സ്ട്രഗിൾ ആയിരിക്കും എന്നുള്ള ഒരു ഫീല് അവർക്ക് അത് വന്നിട്ടുണ്ട്. ഇത് 3 മാസത്തെ എനർജിയാണ് ഈ കാണുന്നത്. ഓക്കെ, തിരിച്ചു വരുമോ എന്നുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് ഇപ്പോഴും യെസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ 3 മന്ത്സിനുള്ളിൽ അവർ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷേ അതിനുശേഷം
അവർക്ക് റീതിങ്കിങ് ഉണ്ടാകുമെന്നുള്ളതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് നിങ്ങളുടെ ലോങ് ടേം പൊട്ടൻഷ്യൽ, നിങ്ങളുടെ റിലേഷൻ്റെ ലോങ് ടേം പൊട്ടൻഷ്യൽ എന്താണ് എന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് ദി ലോങ് ടേം പൊട്ടൻഷ്യൽ ഓഫ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ എക്സ്? ലോങ് ടേം പൊട്ടൻഷ്യൽ. എംപറർ. അതായത് ചില ശക്തമായ ഉപാധികളുടെ പേരിൽ വളരെ എന്താ പറയുക, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇന്ന കാര്യങ്ങൾ പാടില്ല, ഇന്ന കാര്യങ്ങൾ ഓക്കെയാണ്, അങ്ങനെ പറഞ്ഞ് ചില നിങ്ങളോടും നിങ്ങൾ അവരോടും ചില ബൗണ്ടറീസ് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു കാര്യങ്ങൾ എനിക്കിഷ്ടമല്ല, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ബൗണ്ടറീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും. ആ ബൗണ്ടറീസ് കീപ്പ് ചെയ്തുകൊണ്ട് മാത്രം, അത് കീപ്പ് ചെയ്യാമെങ്കിൽ മാത്രം ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അവർ പറയാനാണ് സാധ്യത. പക്ഷേ 3 മന്ത്സിലേക്ക് ഇത് നിങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം, ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം അവർ തിരിച്ചു വരാനായിട്ടാണ് ഇപ്പോൾ ഉള്ള സാധ്യത. കറണ്ട് എനർജി വെച്ചിട്ട് നമുക്ക് ഇത്രയാണ് പറയാൻ സാധിക്കുന്നത്. ഈ റീഡിംഗ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ മെൻഷൻ ചെയ്യുക. മറ്റൊരു കാര്യം, നിങ്ങളുടെ ലവറിൻ്റെ, അതായത് എക്സിൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഈ എനർജിയുമായിട്ടൊന്ന് കണക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു. ഹലോ, ഫയൽ നമ്പർ 2ൻ്റെ റീഡിംഗ് ആണ്. നിങ്ങളുടെ എക്സിൻ്റെ ലവ് ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്? അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ, റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ, അവർ തിരിച്ചു വരുമോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ആദ്യം അവരുടെ ലവ് ലൈഫിൽ, എക്സിൻ്റെ ലവ് ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്? അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഈ ബന്ധം നഷ്ടപ്പെട്ടതിൽ അവർക്ക് ദുഃഖമുണ്ടോ? അവർ തിരിച്ചു വരുമോ? ഇത്രയും കാര്യങ്ങൾ ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി റീഡിങ്ങിലേക്ക് പോവാം. അവരുടെ ലവ് ലൈഫിൽ ഇപ്പോൾ സംഭവിക്കുന്നത്, അവർ ആരെയോ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് വിധേനയും എനിക്ക് ജയിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഡോമിനേറ്റ് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ എടുത്ത് നോക്കാം. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? അവർ സ്റ്റക്കാണ് നിങ്ങളുടെ കാര്യത്തിൽ. എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം അവർക്ക് തീരുമാനിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് കാണുന്നുണ്ട്. അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? യെസ്, അവർ വളരെയധികം വിഷമത്തിലാണെന്ന് കാണുന്നുണ്ട്. 5 ഓഫ് കപ്സ് ആണ്. ശരിക്കും ഒരു ഡിപ്രഷൻ്റെ കാർഡാണിത്. ഓക്കെ, അവർ തിരിച്ചു വരുമോ എന്ന് നോക്കാം. ഇപ്പോൾ ഉടനെ അവർക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കില്ല. ഈ 2 എനർജികളും റിലേറ്റഡ് ആണ്. 8 ഓഫ് സ്വോർഡ്സ് ആണ്. അവർ എന്തൊക്കെയോ ഒരു കെട്ടിയിടപ്പെട്ട പോലത്തെ ഒരു എനർജിയിലാണ് അവരുള്ളത്. ഹാങ്ഡ് മാൻ എന്ന് പറയുന്നതും ഹൈ എനർജി കാർഡാണ്. സോ അവർക്കൊരു മൊത്തത്തിലൊരു സഫക്കേഷനാണ് ഫീൽ ചെയ്യുന്നത്. സങ്കടമുണ്ട്, പക്ഷേ അവർ തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ തടസ്സം എന്ന് നോക്കിയാലോ. വാട്ട് ഈസ് ബ്ലോക്കിംഗ് ദം ഫ്രം കമ്മിങ് ബാക്ക്? തിരിച്ചു വരുന്നതിൽ നിന്നും അവരെ എന്താണ് തടയുന്നത് എന്ന് നോക്കാം. 2 ഓഫ് കപ്സ്. ഇതൊരു ലവ് എനർജിയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. അവർക്കൊരു പുതിയ റിലേഷൻ വന്നിട്ടുണ്ടോ അത് നോക്കാം. നിങ്ങളുടെ എക്സിന്, എൻ്റെ വ്യൂവറുടെ എക്സിന് പുതിയ ഒരു കണക്ഷൻ വന്നിട്ടുണ്ടോ? റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് അവർക്ക് വേറെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. ഒരു പക്ഷേ പ്രപ്പോസൽസ് വരുന്നുണ്ടാവാം, പക്ഷേ അവർ അതൊന്നും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ കാർഡിന് നമുക്കൊരു ക്ലാരിറ്റി കാർഡ് എടുത്ത് നോക്കാം. എന്തുകൊണ്ടാണ് അവർക്ക് ഈ സ്നേഹം നിങ്ങളോട് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ തിരിച്ചു വരാത്തത്? വൈ ആർ ദേ നോട്ട് കമ്മിങ് ബാക്ക്? അവർ സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, അവർ ആരെയോ ജയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അവർ നിങ്ങളെയാണ് ജയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റിലേഷനിൽ നിന്ന് അവർക്ക് ഒരുപാട് പെയിൻ ഉണ്ടായിട്ടുണ്ടാവാം. അതിൽ നിന്നും കരകയറാനായിട്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അവർക്ക് ഒരുപാട് വിഷമമുണ്ട്. അതിൽ നിന്നും കരകയറാനായിട്ട് അവർ സ്വന്തമായിട്ട് അവനവനെ തന്നെ സ്നേഹിക്കുക, ആ നഷ്ടബോധത്തിൽ നിന്ന് പുറത്തു വരിക, അങ്ങനത്തെ ഒരു എനർജിയിലാണ് അവരുള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ചാലഞ്ച് ഈ സമയത്ത് എന്താണ് എന്ന് നോക്കാം. What is the biggest challenge that they are facing right now? Ace of Cups. അവർക്ക് ആ ഒരു സ്നേഹത്തിലേക്ക്, നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ബ്ലോക്കായിട്ട് കാണുന്നത്. അവരുടെ മനസ്സൊന്നും ഫ്രീ ആയിട്ടില്ല. ഇപ്പോഴും ആ ഒരു ഡീപ്പ് പെയിനിലാണ് അവർ ഉള്ളത് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നത് ലവ് ലൈഫിൽ ഒരു 3 മാസത്തിനുള്ളിൽ എന്ത് ചേഞ്ചാണ് ഈ ഒരു എനർജിക്ക് വരാനായിട്ട് ചാൻസ് ഉള്ളത് എന്ന് നോക്കാം. അവരിപ്പോൾ സ്റ്റക്കാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു 3 മാസത്തിനുള്ളിൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദിയർ ലവ് ലൈഫ് ഇൻ 3 months? അത് നോക്കാം. സ്ട്രെങ്ത് കാർഡ്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. നമ്മൾ പറഞ്ഞു ഇവിടെ അവർ 9 ഓഫ് കപ്സ് എനർജിയിലാണ്. ഏസ് ഓഫ് കപ്സ് അവർക്കൊരു ബ്ലോക്കായിട്ട് വരുന്നുണ്ട്. അതായത് അവർക്ക് സ്വയം സ്നേഹിക്കാൻ
സ്വയം സ്നേഹിക്കാനും നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ പ്രശ്നങ്ങളിൽ നിന്നും ആ ഒരു വേദനയിൽ നിന്നൊക്കെ പുറത്തു വരാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ ബ്ലോക്ക്ഡ് ആണ് എന്ന് പറഞ്ഞു. പക്ഷേ 3 മന്ത്സിനുള്ളിൽ എന്താണ് അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അവരുടെ മനസ്സിനെ മെരുക്കിയെടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു തീരുമാനത്തിന് ശേഷം അവർ നിങ്ങളെ ചൂസ് ചെയ്യുമോ അതോ മൂവ് ഓൺ ആകുമോ എന്ന് നോക്കാം. വൺസ് ദേ അറ്റൈൻ ദിസ് സ്ട്രെങ്ത്, വാട്ട് വിൽ ബി ദി ഔട്ട്കം? അവരെന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ഏസ് ഓഫ് വാൻസ്. അവരവരുടെ പുതിയ പാഷനുകൾ തേടി പോകും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ആവാനായിട്ട് അവർ ഈ ഒരു 3 മാസത്തിന് ശേഷം ശ്രമിക്കും എന്നുള്ളതാണ് കാണുന്നത്. എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്ന് നോക്കാം. വാട്ട് വിൽ ബി ദ ഫൈനൽ ഔട്ട്കം ഓഫ് ദിസ് ട്രാൻസിഷൻ? കിങ് ഓഫ് വാൻസ്. നോക്കൂ, നമുക്കൊരു വാണ്ട് എനർജി ആദ്യം കിട്ടി. ഇപ്പോൾ വീണ്ടും അതിൻ്റെ തുടക്കവും അതിൻ്റെ ഫൈനൽ ഔട്ട്കമ്മുമാണ്. കിങ് ഓഫ് വാൻസ്. അവരവരുടെ പാഷൻ നോക്കി മൂവ് ഓൺ ആകും എന്ന് തന്നെയാണ് കാണുന്നത്. നമുക്ക് ഈ സമയത്ത് ഒരു കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ലോങ് ടേം പൊട്ടൻഷ്യൽ ഓഫ് ദിസ് റിലേഷൻഷിപ്പ്. ലോങ് ടേമിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കാം. അതായത് നിങ്ങൾ ഒന്നിക്കുകയാണെങ്കിൽ ഭാവിയിൽ അതെങ്ങനെയാകും, പോസിറ്റീവാണോ നെഗറ്റീവ് റിസൾട്ടാണോ എന്നുള്ളത് നോക്കാം. സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. ഇതൊരു പോസിറ്റീവ് എനർജിയാണ്, ഒരു ഹീലിങ്ങിൻ്റെ എനർജിയാണ്. അവർ ഇപ്പോൾ മറ്റ് കാര്യങ്ങൾ തേടി പോകുമെങ്കിലും നിങ്ങൾക്ക് ലോങ് ടേമിൽ 2 കൂട്ടർക്കും ഒരു ഹീലിംഗ് നടക്കാനായിട്ട് ഉണ്ട്. ആ ഹീലിംഗ് നടന്നതിന് ശേഷം നിങ്ങൾ ഒരുമിക്കും എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതൊരു കാർമിക് റിലേഷനാണോ, നിങ്ങളുടേത് ഒരു കാർമിക് റിലേഷനാണോ എന്നുള്ളത് നോക്കാം. അതായത് നിങ്ങൾ തമ്മിൽ വീണ്ടും പെയിനുകൾ കൊടുക്കാനും വാങ്ങാനും, വേദനകൾ കൊടുക്കാനും വാങ്ങാനും ഇനിയും ബാക്കിയുണ്ടോ ഇല്ലയോ, ഈ കർമ്മ അവസാനിച്ചോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈസ് ദിസ് എ കാർമിക് റിലേഷൻഷിപ്പ്? ഇഫ് ഇറ്റ് ഇസ് എ കാർമിക് റിലേഷൻഷിപ്പ്, അത് എപ്പോഴത്തേക്ക് കഴിയും? 2 കാർഡ്സ് ഉണ്ട്. 8 ഓഫ് കപ്സ് ആൻഡ് സൺ കാർഡ്. നോക്കൂ, നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ഉള്ളത് ഒരു കാർമിക് റിലേഷനാണ്. അതിൻ്റെ ഹീലിംഗ് നടക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സ്റ്റാർ കാർഡും സൺ കാർഡും എന്താണ്? ഹീലിങ്ങിൻ്റെ കാർഡുകളാണ്. വലിയ ഡീപ്പായിട്ടുള്ള പെയിനിന് ശേഷം ഹീലിംഗ് സംഭവിച്ച ശേഷം ആണ് നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇവിടെ ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. നിങ്ങളുടേത് ഒരു പോസിറ്റീവ് കാർമിക് റിലേഷൻ അല്ല എങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോവുകയായിരിക്കും ചെയ്യുക. പോസിറ്റീവ് റിലേഷൻ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ വീണ്ടും ആ പെയിനിന് ശേഷം, നിങ്ങൾക്കുണ്ടാകുന്ന പേഴ്സണൽ ഗ്രോത്തിന് ശേഷം നിങ്ങൾ വീണ്ടും ഒന്നിക്കുക എന്നുള്ളത്. ഇത് രണ്ടും മേജർ അർക്കാന കാർഡ്സ് ആയതുകൊണ്ടും ഇതൊരു ജനറൽ റീഡ് ആയതുകൊണ്ടും എനിക്കിവിടെ കൺഫേം ചെയ്ത് പറയാൻ സാധിക്കില്ല നിങ്ങൾ ഒന്നിക്കുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം 2 കൂട്ടർക്കും വലിയ രീതിയിലുള്ള ഇൻറ്റേർണൽ ട്രാൻസ്ഫോർമേഷൻ നടക്കാനായിട്ട് ഉണ്ട്. 2 കൂട്ടർക്കും വലിയ മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ വരാനുണ്ട്. അതിനുശേഷം നിങ്ങൾ 2 പേരും ക്ലിയർ ആയിട്ടുള്ള മൈൻഡോട് കൂടി തീരുമാനമെടുക്കും. അത് ഒന്നിക്കാനായിരിക്കാം, അല്ലെങ്കിൽ വേണ്ട പിരിഞ്ഞു പോകാം എന്നുള്ളതായിരിക്കാം. പക്ഷേ ആ തീരുമാനം എടുക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് മനസ്സിന് വേദന ഉണ്ടാവില്ല. ക്ലിയർ ആയ മൈൻഡിനുള്ളിൽ നിന്നായിരിക്കും നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുക. ജനറൽ റീഡ് ആയതുകൊണ്ട് എല്ലാവരും ഒന്നിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പോസ് ഇട്ടിട്ട് പറയുന്നത്. ചിലർ ഒന്നിക്കും, ചിലർ ഒന്നിക്കില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും അത് നിങ്ങൾക്ക് മനസ്സിന് സമാധാനം തരുന്ന ഒരു തീരുമാനമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ എക്സിൻ്റെ ഫസ്റ്റ് ലെറ്റർ നിങ്ങളൊന്ന് കമൻസിൽ മെൻഷൻ ചെയ്യുക. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.